ഹായ്, ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില മുട്ട തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മുരിങ്ങയിലയും അതിൻ്റെ പൂവും നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, തേങ്ങ, പിന്നെ മുട്ടയും കൂടി. ഓക്കെ, ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ എടുക്കുക, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാകുമ്പോഴത്തേനും എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇളക്കാൻ മറക്കരുത്. അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ അരപ്പും മുരിങ്ങയിലയും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കാൻ മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് 2-3 മിനിറ്റ് മൂടി വെക്കാം. 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുരിങ്ങയില പെട്ടെന്ന് റെഡിയാകും. അധികം വേവൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഇതുപോലെ കാണിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് ചിക്കിയെടുക്കുക. മുട്ട ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മുരിങ്ങയുടെ ഇല ഇതിനോട് കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ മുരിങ്ങയില കഴിക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ചിക്കി മുട്ടയൊക്കെ ഇട്ട് നല്ല ചിക്കി കൊടുത്താൽ ആരും കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.